യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തിൽ എൻ്റെ കരിയർ, എൻ്റെ ഇമേജ്, എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ 9 വർഷം പറഞ്ഞല്ല കേട്ടോ, ഞാനൊന്ന് 1 പ്രാവശ്യം. അവസാനം വിധി വന്നു. വിധിയുടെ പകർപ്പ് കിട്ടി. 1711 അത്രത്തോളം പേജുള്ള ഒരു വിധിപ്പകർപ്പ് സോഷ്യൽ മീഡിയ ഇപ്പം ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിലീപ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഒരു തെറ്റും ചെയ്തില്ല എന്നുള്ള ഒരു കാര്യം കോടതി പറയുന്നു. ഒരു തെളിവും അവർക്ക് സമർപ്പിച്ചിട്ട് അദ്ദേഹത്തിനെ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു കാര്യം പറയുന്നു. എല്ലാവരും പൾസർ സുനിക്ക് തൂക്കുകയർ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, 8ാം പ്രതിയായ ദിലീപ് എന്തുകൊണ്ട് രക്ഷപ്പെട്ടു, എന്തിന് രക്ഷപ്പെട്ടു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നു എന്നുള്ളതാണ്. കൃത്യമായിട്ട് കോടതി വിധി പറഞ്ഞിരിക്കുന്നു. നിങ്ങളെല്ലാവരും കേട്ട് കാണൂല്ലേ? കേൾക്കാത്ത ആളുകൾക്കൊന്ന് കേൾപ്പിച്ചു തരാം. അതുകൂടാതെ ഞാൻ ഈ കേസ് തുടങ്ങിയ ആ ഫസ്റ്റ് ദിവസം മുതലുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ച് റിസർച്ച് ചെയ്തിട്ടാണെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ട്. സ്കിപ്പ് ചെയ്യേണ്ട. ആരാണ് കുറ്റവാളി എന്നുള്ള വലിയൊരു സംശയമാണ്. ആരാണ് ആ ചേച്ചി എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ടല്ലേ. ഏതൊരു സ്ത്രീ, പൾസർ സുനി ആദ്യം പറഞ്ഞതും ഒരു സ്ത്രീയെ കുറിച്ചിട്ടാണ്. പിന്നെ എങ്ങനെ അത് ദിലീപിലേക്ക് എത്തി നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗം ഒന്ന് കേൾക്കാം. നടിയെ ആക്രമിച്ച കേസിന്റെ വിധിപ്പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 1709 പേജുള്ള വിധിപ്പകർപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. പല പ്രധാനപ്പെട്ട വിവരങ്ങളും ഈ വിധിപ്പകർപ്പിലൂടെ പുറത്തുവരികയാണ്. എന്തുകൊണ്ട് ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടു എന്നതിനുള്ള ഉത്തരം കൂടിയാണ് ഈ വിധിപ്പകർപ്പിലൂടെ ലഭിക്കുന്നത്. ദിലീപിനെതിരായി ആരോപിക്കപ്പെട്ട ഒരു കുറ്റങ്ങളും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നാണ് വിധിപ്പകർപ്പ് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വളരെ ഓക്കെ, അത് ഒരുപാടുണ്ട്. ഞാൻ കുറച്ച് പറഞ്ഞുതരാം. അതായത് അദ്ദേഹം ഉപയോഗിച്ച മൊബൈൽ ഫോണ് ഏതോ ഒരു ബാങ്കിന് ലോക്കറിൽ വെച്ചു എന്ന് പറയുന്നുണ്ട്. അത് തെളിയിക്കാൻ കഴിഞ്ഞില്ല, കണ്ടെത്താൻ കഴിഞ്ഞില്ല, അത് ഫേക്ക് ആണെന്ന് പറയുന്നു. അതുകൂടാതെ തന്നെ ഇദ്ദേഹത്തിലേക്ക് കേസെത്താൻ കാരണം അത്രയും നാള് ദിലീപിന്റെ പേര് പറഞ്ഞിരുന്നില്ല, ഏതൊരു സ്ത്രീയുടെ പേര് പറഞ്ഞിരുന്നല്ലോ, അതെന്തുകൊണ്ട് കണ്ടെത്തിയില്ല എന്ന് പോലീസുകാരോട് ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട് കോടതി. അതുകൂടാതെ തന്നെ ദിലീപിലേക്ക് കേസെത്താനുള്ള കാരണം ഒരു കത്ത് മാത്രമാണ്. ആ കത്ത് കിട്ടിയതോട് കൂടിയിട്ട് കേസിലെ യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് പോലും നോക്കാതെ നേരെ ദിലീപിലേക്ക് എത്തി എന്നാണ് കോടതി പറയുന്നത്. ദിലീപിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു എവിഡൻസും ഇല്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ എവിഡൻസും കൊണ്ടേ കൊടുത്തു എന്നുള്ളത്. പക്ഷെ അതൊന്നും ദിലീപിനെ കണക്ട് ചെയ്യുന്നതല്ല എന്ന് കോടതി കണ്ടെത്തുന്നു. ദിലീപിനെ വെറുതെ വിടുന്നു. ഇനി കുറച്ച് കാലം പിന്നോട്ട്, ഒരു 8 വർഷം പിന്നിലോട്ടൊന്ന് സഞ്ചരിക്കാം. ഈ 8 വർഷം പിന്നിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. ഇത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൻ നഷ്ടമായി പോകും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദിലീപിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടോ, ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാവും, ഇവരുടെ കൂടെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, അല്ലാത്ത നിൽക്കുന്ന ആളുകളുണ്ടാവും. എല്ലാവർക്കും ഉള്ള ഒരു ഉത്തരം ഈ വീഡിയോയിലുണ്ടാവും. കാണാം. കുട്ടി ആദ്യം എത്തിയത് ലാലിന്റെ വീട്ടിലാണ്. ഈ പെൺകുട്ടി കൊണ്ടുപോകാൻ പോയിട്ടുള്ള കാറ് ലാലിന്റെ മകന്റെ കാറാണ് പോയത്. ഈ ലാല് കേസിൽ സാക്ഷിയാണോ? അല്ല. ഞാൻ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട PT തോമസ് ആയിട്ട് സംസാരിച്ചിരുന്നു. ലാലി കേസിന് സാക്ഷിയല്ല. ലാലിന്റെ മകനെ സംബന്ധിച്ച് ഇതിനകത്ത് ചോദ്യം ചെയ്തിട്ടില്ല. അയാളുടെ കാറിലാണ് പോയത്. സാധാരണ ഇപ്പൊ വേറെ എന്റെ ആതിരയുടെ കാറാന്നിരിക്കട്ടെ, നമ്മളെ വിളിച്ച് ചോദ്യം ചെയ്യുമല്ലോ പോലീസ്. അതെ, ഇതങ്ങനെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ടോ? അതിന് പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ പോലീസ് തുടക്കം തുടങ്ങി ഈ സംഭവത്തിൽ കാണിച്ചിരിക്കുന്ന ചില അലംഭാവങ്ങളുണ്ട് ഇതിനകത്ത്. അത് തുടക്കം തുടങ്ങി തന്നെ. ഇത് നമ്മൾ എന്നോ പറഞ്ഞ കാര്യമാണ്. എന്തുകൊണ്ട് ലാലിന്റെ വാഹനം പരിശോധനയ്ക്ക് വിധേയമാക്കിയോ? അറിയില്ല അല്ലേ. അതേപോലെ തന്നെ RC ഓണറെ പോലീസുകാർ ചോദ്യം ചെയ്തോ? അറിയില്ല അല്ലേ. അതാണ് ഇവിടെയുള്ള മാധ്യമങ്ങൾ മറച്ചു വെച്ച് വലിയൊരു നഗ്ന സത്യതയുള്ളതാ. എൻ്റെ വാഹനത്തിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നെ പോലീസ് പൊക്കും, ചോദ്യം ചെയ്യും. RC ഓണർ ഞാനല്ല, വേറെ ആളാണെങ്കിൽ അയാളും വരേണ്ടി വരും. ഇവിടെ സാക്ഷി എന്ന ഒരു പേര് പോലും ലാലിൻ്റെതില്ല. ആദ്യമായി ഈ വിഷയം അറിയുന്നത് ലാലാണല്ലോ. ലാലാണല്ലോ പോലീസുകാരെ വിളിച്ചറിയിക്കുന്നത്. എന്നാൽ ലാലിൻ്റെ പേര് എന്തുകൊണ്ട് സാക്ഷി എന്ന ഭാഗത്തില്ല? വലിയ ചോദ്യമാണല്ലേ. കഴിഞ്ഞിട്ടില്ല, ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ചിന്തിക്കാം. 1ാം ദിവസം തുടങ്ങിയിട്ട് പരാതി കൊടുക്കുന്നത് ലോക്കൽ പോലീസ് സ്റ്റേഷനിലായിരുന്നില്ല. ഇനി കൃത്യമായിട്ട് അറിയാവുന്ന വിഷയമാണ്. ആ സാധാരണ സംഭവമായിട്ട് ആദ്യം പരാതി കൊടുക്കേണ്ട എവിടെയാ? ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം. അവിടെ നിന്നാണ് മേലേക്ക് പോകേണ്ടത്. ഇത് നേരിട്ട് DGP ആണ് ഇടപെടുന്നത്, ബെഹ്റയിലേക്ക് നടത്തുന്നത്. ലോക്നാഥ് ബെഹ്റയിലേക്ക് കൊണ്ടിട്ട് കേസ് കൊണ്ട് കൊടുക്കുന്ന സമയത്ത് എന്തായിരുന്നു ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്നാണ് പ്രശ്നം. ഈ പറയുന്ന ഏരിയയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ, അവരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ, വാദിമാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ, ആരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? എന്താണ് നാട്ടു നടപ്പ്? എന്താണ് പ്രൊസീജിയർ? എൻ്റെ നാട്ടിൽ ഒരു വിഷയം സംഭവിക്കുമ്പോൾ എൻ്റെ നാട് ഏത് പോലീസ് സ്റ്റേഷന് കീഴിലാണോ ആ പോലീസ് സ്റ്റേഷനിലാണ് ആദ്യം പരാതിപ്പെടുക അല്ലേ. ഇവിടെ ലാൽ എന്ന് പറയുന്ന വ്യക്തി നേരെ വിളിച്ചത് ബെഹ്റ എന്ന് പറയുന്ന വ്യക്തിയാണ്.
അതിനുശേഷം സംഭവിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. പി ടി തോമസ് എന്ന് പറയുന്ന വ്യക്തി തന്നെ പറയുന്നുണ്ട്, ഈ ബെഹ്റ എന്ന് പറയുന്ന വ്യക്തി മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് ഈ കേസിൽ ഒരുപാട് എന്നുള്ളതാണ്. ദിലീപ് അവകാശപ്പെടുന്ന ഒരു കാര്യമുണ്ട്, പോലീസുകാരാണ് എന്നെ ഈ കേസിൽ കുടുക്കിയത് എന്നുള്ളത്, ഞാൻ നിരപരാധിയാണ് എന്നുള്ളത്. ഇനി ദിലീപ് തന്നെ പറയുന്നുണ്ട്, എന്നെ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കൂ, മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ല, അതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥരും പരിഗണിച്ചില്ല. രണ്ടാമതായി പറഞ്ഞ് CBI കൊണ്ട് അന്വേഷിക്കൂ, നിരപരാധിത്വം തെളിയിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, കൊടുക്കൂ എന്ന് പറഞ്ഞിട്ടും ആരും തിരിഞ്ഞു പോലും നോക്കിയില്ല. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും ദിലീപിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു, അതിജീവിതയെ ഞാൻ ചവിട്ടി താഴ്ത്തുന്നു എന്ന് പറയുന്നത് ഒരിക്കലല്ല. അതിജീവിതയെ ബുദ്ധിമുട്ടിച്ച ആളുകൾക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ട്, ആ ശിക്ഷ പോരാ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. തുടർന്ന് കേൾക്കാം. ആ സമയത്ത് ഇവിടെ പരാതി കൊടുത്തത് അന്ന് താമസിച്ച ലാലിന്റെ വീട്ടിലേക്കാണ് അദ്ദേഹം വന്നത്. അതിനുശേഷം പരാതി ഇവർ ആർക്കാ കൊടുത്തത്? ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്താണ് സബ് ഇൻസ്പെക്ടർ താമസിക്കുന്ന എന്റെ ഓഫീസ് അവിടെയാണ്, സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസ് അവിടെയാണ്, അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഓഫീസ് അവിടെയാണ്. ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത് 4 കിലോമീറ്റർ അപ്പുറത്താണ് സിറ്റി പോലീസ് കമ്മീഷണർ ഉള്ളത്. ഈ പറയുന്ന സ്ഥലത്തൊന്നും പരാതി കൊടുക്കാതെ കണ്ട് DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റയെ വിളിച്ച് കേസ് ചാർജ് ചെയ്യാൻ പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള ഇവർ വ്യക്തമാക്കണം. തീർച്ചയായിട്ടും വലിയ സംശയം തന്നെയാണ്. സംശയം അത്ര നീട്ടൊന്നും വേണ്ട, വളരെ സിമ്പിളാണ്. അതായത് ലാലിന്റെ മകന്റെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയാണ് തൃശ്ശൂർ ചാലക്കുടി ഭാഗത്തു നിന്നും ഈ നടിയെ സ്വന്തം ഡ്രൈവറെയും സ്വന്തം കാറും ഇട്ടിട്ട് എടുത്തു വരാൻ പറഞ്ഞുള്ളത്. ഈ സമയത്താണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. എന്നിട്ട് നേരെ വീട്ടിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. ലാലുമായി വലിയ കണക്ഷൻ ഈ ഒരു കേസിൽ കിടക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിനെ ഒരു തരത്തിലും ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ പേര് പോലും എവിടെയും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇതൊക്കെ സംശയം മാത്രമല്ല, ഇതാ ഓരോ ആളുകൾ 2008 തന്നെ പറഞ്ഞിട്ടുണ്ട്, ആരും ചർച്ച ചെയ്തിട്ടില്ല. കാറുകൾ വണ്ടി മാറിക്കയറുന്ന, അതേപോലെ തന്നെ ഈ ഡ്രൈവറെ സംബന്ധിച്ച് നേരത്തെ ഈ പറയുന്ന അതിജീവിതയെ സംബന്ധിച്ച് നല്ല പരിചയമുള്ള ഡ്രൈവറാണ് രണ്ടാമത്തെ ഡ്രൈവർ. അയാളുടെ പഴയ ബാക്ക്ഗ്രൗണ്ട് ആയാലും വളരെ മോശമായുള്ള ബാക്ക്ഗ്രൗണ്ടാണ്. അത്തരം ബാക്ക്ഗ്രൗണ്ടുള്ള ആളുടെ ഒരു കാറിലേക്ക് അവർ കയറാനായിട്ടുള്ള ഒരു സാഹചര്യം എന്താണെന്നുള്ളത് നമ്മൾ വ്യക്തമാക്കേണ്ടതാണ്. ഈ കാറിന്റെ ഉടമ ആരാണെന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതാണ്. ആ കാറിന്റെ ഉടമയ്ക്ക് ഇത്തരം കാര്യങ്ങൾ പങ്കിടുന്നുള്ളവർ അന്വേഷിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അയാൾ സാക്ഷിയായിട്ടുള്ള അന്വേഷിക്കേണ്ടതാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഈ വിഷയത്തിനകത്ത് ലാല് പോലും സാക്ഷിയാണോ എന്ന് എനിക്കറിയില്ല, അല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ലാലിന്റെ പേര് നമ്മൾ ഇതിന്റെ ഈ പറയുന്ന ചർച്ചാവേളയിൽ ഒരു സ്ഥലത്തും ഉയർന്നു വരാത്ത പേരാണ് ലാലിന്റെ പേര്. പക്ഷേ ലാലിന്റെ വീട്ടിലായിരുന്നു അതിജീവിത ഉണ്ടായിരുന്നത്. അവിടെ വെച്ചിട്ടാണ് പി ടി തോമസ് അവരെ കാണുന്നത്. ഇങ്ങനെയെല്ലാം ഒരു സമയത്ത് കേസിന്റെ തുടക്കം തുടങ്ങി തന്നെ എന്തോ ചില ദുരൂഹതകൾ കേസിന്റെ ചുറ്റിപ്പറ്റി ഉണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ്. തീർച്ചയായിട്ടും വലിയ ദുരൂഹതയുണ്ട്. പക്ഷെ ഇന്ന് മാധ്യമങ്ങൾ ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല, മറ്റുള്ള വിഷയങ്ങളിലേക്ക് പോകുന്നു, ദിലീപിലേക്ക് മാത്രം ചുരുങ്ങുന്നു. ഇവിടെ ഇന്നലെ ജഡ്ജ്മെന്റ് വന്നപ്പോൾ അതിൽ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്ന കാര്യമുണ്ട്. ഒരു സ്ത്രീയാണ്, നടിയാണോ ഇനി വേറെ വല്ലതും ആണെന്ന് അറിയില്ല, ഒരു സ്ത്രീയാണ് കൊട്ടേഷൻ കൊടുത്തത് എന്നുള്ള പറയുന്നത്. ഇത് തന്നെയാണ് ആക്രമിക്കപ്പെട്ട യുവതിയും ആ സമയത്ത് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പൾസർ സുനിയെ കൊണ്ട് ദിലീപിന്റെ പേര് ആരോ പറയിച്ചതാണ് എന്നുള്ള കാര്യം വലിയ സംശയത്തിന് ദൃഷ്ടിയിൽ നിൽക്കുന്നതാണ്. അതേപോലെ തന്നെ ഓരോ പ്രതികളും ഓരോ സമയത്തും കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ പീഡിപ്പിച്ചിട്ടില്ല എന്നൊരു വ്യക്തി പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ജയിലിൽ നിന്നും കത്ത് എന്നെ കൊണ്ട് പോലീസുകാർ എഴുതിച്ചതാണ് എന്നുള്ളൊരു പ്രതി പറയുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും പല പ്രതികളും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിലേക്കൊന്നും വിരൽ ചൂണ്ടുന്നില്ല. ഇനി തോമസ് സാർ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേൾക്കണം കേട്ടോ. ഇവിടെയാണ് ആ ഒരു സത്യം ഒളിഞ്ഞിരിക്കുന്നത്. അതായത് നടിയെ ആക്രമിക്കപ്പെട്ട ദിവസം അതേ രാത്രിയിൽ MLA തോമസ് സാർ അങ്ങോട്ട് ചെന്നില്ലായിരുന്നുവെങ്കിൽ ഈ കേസ് പോലും നമ്മൾ അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. കേൾക്കാം. ഞാനവിടെ ചെല്ലുന്നത് നിർമ്മാതാവ് ആൻഡോ ജോസഫിൻ്റെ കൂടെയാണ്. അവിടെ ലാലിൻ്റെ കുടുംബാംഗങ്ങളും ലാലും ഈ നടിയും ഉണ്ടായിരുന്നു. ഞങ്ങൾ എത്തുന്നതിന് തൊട്ട് മുമ്പാണ് തൃക്കാക്കര AC 3 പോലീസുകാരും അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ലാല് DGP ലോക്നാഥ് ബെഹ്റയെ വിളിച്ച് വിവരം 11 മണിക്ക് പറഞ്ഞിരുന്നു എന്ന് ലാൽ ഞങ്ങളോട് പറഞ്ഞു. ഒരു പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം തൃക്കാക്കര AC വന്നിട്ടുള്ളത്. അവിടെ ലാലിൻ്റെ പെരുമാറ്റമാണെങ്കിലും ഈ ആൻഡോ ജോസഫിൻ്റെ പെരുമാറ്റമാണെങ്കിലും അവരാണ് 2 സിനിമാക്കാർ അവിടെ ഉള്ളത്. പിന്നെ ലാലിൻ്റെ കുടുംബാംഗങ്ങൾ, അവർ സിനിമയായിട്ട് ബന്ധമുണ്ടാവും, ഭാര്യ മോളൊക്കെയാണ്. അവരുടെയൊക്കെ പെരുമാറ്റത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു കാര്യം, നമുക്ക് അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് കാണാൻ കഴിഞ്ഞതും ഞാൻ മനസ്സിലാക്കിയതും ഞാൻ ഉൾക്കൊള്ളുന്ന കാര്യം, ഒരു സ്വന്തം മകൾക്കോ അല്ലെങ്കിൽ ഒരു സഹോദരിക്കോ ഉണ്ടാകുന്ന സമാനമായ ഒരു സംഭവത്തിലുള്ള ദുഃഖവും അമർഷവും ആയിട്ടാണ് ലാലും ആൻഡോ ജോസഫും എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഓക്കെ, ഇദ്ദേഹം വളരെ ജെനുവിൻ ആയിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ദിലീപ് കരഞ്ഞുകൊണ്ട് എന്തോ പറഞ്ഞപ്പോൾ അത് അഭിനയമാണെന്ന് പറഞ്ഞു, വലിയ അഭിനേതാവാണെന്ന് പറഞ്ഞു. ലാലിനെ ഒരു അഭിനേതാവായിട്ട് നമുക്ക് ഒരിക്കലും പരിഗണിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. തുടർന്ന് കേൾക്കാം. അവരുടെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കുന്നേ ഇല്ല. പക്ഷേ ഇതൊരു പോലീസ് കേസ് എന്നുള്ള നിലയിൽ പോകുന്നതിന് പകരം മറ്റൊരു തലത്തിലേക്ക് ഇത് മൂടി വെക്കപ്പെടുമായിരുന്നോ എന്നുള്ളതാണ്. അല്ല, അത് എൻ്റെ തലത്തിൽ നിന്ന് ഞാൻ പറയുന്നത് ശരിയല്ല. കാരണം നമുക്കൊരു സാങ്കല്പികമായ ഒരു ചോദ്യമാണ്. അപ്പോൾ എന്താകുമായിരുന്നു എന്നെനിക്ക് പറയാൻ കഴിയില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹം ആ ചോദ്യം ചോദിക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിലവിൽ പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ ഉണ്ടല്ലോ,
കീർത്തി സുരേഷിൻ്റെ അച്ഛൻ, കൃഷ്ണകുമാർ തന്നെയല്ലേ പേര്, ഓക്കെ, അദ്ദേഹത്തിൻ്റെ വൈഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു പൾസർ സുനി തന്നെ ഒരു തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയും ഒരു പോലീസ് കേസ് വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ സിനിമാ സെറ്റുകളിൽ കഞ്ചാവും മറ്റുള്ള ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് പൾസർ സുനി എന്നുള്ള കാര്യം ഇവർക്ക് തന്നെ അറിയാമെന്നുള്ള, സിനിമാ ലോകത്തിൽ എല്ലാവർക്കും അറിയാം. മുകേഷിന് പോലും അറിയാം. മുകേഷ് അയാളെ ഡ്രൈവർ സ്ഥാനത്ത് നിന്ന് എടുത്ത് ദൂരെ കളഞ്ഞതാണ്. അതുകൂടാതെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസുകൾ ഒരുപാടുണ്ടെന്ന് പറയുന്നത് കേട്ടു. പിന്നെ ഭാഗ്യലക്ഷ്മി കഴിഞ്ഞ ഒരു വീഡിയോൻ്റെ ഇടയിൽ പറയുന്ന ഒരു വാക്കും കേട്ടു, അയാളുടെ മൊബൈൽ ഫോണിൽ ഒരുപാട് സ്ത്രീകളെ ഉപദ്രവിക്കുന്ന വീഡിയോസ് ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ അത്രമാത്രം സിനിമാ ലോകത്ത് കണക്ഷനുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഇത് പുറം ലോകത്ത് എത്താതെ ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടക്കുവാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല എന്നുള്ള ചോദ്യമാണ്. അത് കൃത്യമായിട്ട് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. 12 മണിയോടുകൂടിയാണല്ലോ അവിടെ എത്തുന്നത്. അതിനോടകം തന്നെ 11 മണിക്ക് തന്നെ DGP ലോക്നാഥ് ബെഹ്റയെ ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. അതേസമയം എറണാകുളം റേഞ്ച് ഐജിയും പോലീസ് കമ്മീഷണറും ഈ വിവരം അറിയുന്നത് താങ്കൾ വിളിച്ചറിയിച്ചിട്ടുമാണ്. ഈ കാര്യത്തിൽ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? അല്ല, അത് വളരെ ഒരു സംശയമുള്ള ഒരു സംഭവമാണ്. തീർച്ചയായും IG വിജയൻ വളരെ പേര് കേട്ട ഒരു പോലീസ് ഓഫീസറാണ്. നല്ല ട്രാക്ക് റെക്കോർഡുള്ള ആളാണ്. ദിനേശിനെ പറ്റിയാണെങ്കിലും അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സ്വാഭാവികമായും DGP അറിയുന്നൊരു കാര്യം ഇവർ എന്തുകൊണ്ട് അറിഞ്ഞില്ല? ഒരു MLA എന്ന നിലയിൽ ഞാൻ വിളിക്കുമ്പോൾ എന്നെ മറച്ചു വെച്ചതാ, ഞങ്ങൾ അറിഞ്ഞു എന്നുള്ള കാര്യം എന്നെ മറച്ചു വെച്ചതാണോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഞാൻ പറയുമ്പോൾ അവർ അറിഞ്ഞിട്ടില്ല എന്നതിന് ഉദാഹരണമാണ് എൻ്റെ ഫോണിൽ തന്നെ ഈ യുവനടിയുമായിട്ട് 25 മിനിറ്റിൽ ഏറെ IG വിജയൻ സംസാരിച്ചു. അതോടൊപ്പം തന്നെ ഈ കമ്മീഷണറും സംസാരിച്ചു. അപ്പോൾ ഏതായാലും ഒരു 11 മണിക്കും 12:30ക്കും ഇടയിൽ തൃക്കാക്കര ACയും പോലീസും വരികയും മറ്റുന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ അറിയാതിരിക്കുകയോ അറിഞ്ഞതായി നടിക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അതിൻ്റെ വസ്തുത അവർ വെളിപ്പെടുത്തുന്നില്ല. അത് ചില സംശയങ്ങൾ ഇടയാക്കുന്നു. തീർച്ചയായിട്ടും അന്ന് ചർച്ച വന്ന വിഷയങ്ങളാണ് ഇതൊക്കെ. 1-2 ദിവസം അതിലേക്ക് ഒതുങ്ങി നിന്നു, പിന്നെ നേരെ മാനിപ്പുലേറ്റ് ചെയ്തു, കേസ് വേറെ രീതിയിലേക്ക് പോയി എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന് അവകാശപ്പെടുന്നുണ്ട്. അതായത് ബെഹ്റ എന്ന് പറയുന്ന പോലീസ് ഓഫീസർ ഒരുപാട് മാനിപ്പുലേഷൻസ് ഇതിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു സംശയം. അതേപോലെ തന്നെ ലാലിൻ്റെ വീട് നിൽക്കുന്നത് ഒരു പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലായിരിക്കുമല്ലോ, അവിടേക്കല്ല വിളിക്കുന്നത്, നേരെ വേറെ ഒരു സ്ഥലത്തേക്ക്, അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്ത് നിന്നിട്ട് പോലീസുകാരൻ വരുന്നു. ആകെ മൊത്തം എന്തൊക്കെയോ പുകമറയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഈ കൃത്യം നടത്തിയതിന് ശേഷം ആ പ്രതി എറണാകുളത്തെ ഫ്ലാറ്റിൽ തന്നെ തുടരുകയാണ് ചെയ്തത്. ഫോൺ പോലും ഓഫ് ആക്കിയിട്ടില്ല. ഈ ഡ്രൈവർ മാർട്ടിൻ കൃത്യമായി ഈ സിനിമയുടെ പ്രൊഡ്യൂസറെ, അല്ലെങ്കിൽ ആരാണോ ആ കാർ അയച്ചത്, അയാളുടെ അരികിൽ ഈ നടിയെ ഡ്രോപ്പ് ചെയ്ത് അങ്ങനെ ആ കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഇവിടെ ഒരു പരാതി ഉണ്ടാകില്ല എന്ന ഉറച്ച വിശ്വാസത്തിന്റെ പുറത്തായിരിക്കില്ലേ അങ്ങനെ ചെയ്തത്? അങ്ങനെ ഒരു തോന്നൽ എങ്ങനെ ഉണ്ടാകും? അല്ല, ഈ ചോദ്യം ചോദിക്കുമ്പോൾ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സുരേഷ് കുമാറിൻ്റെ പ്രസ്താവനയും വേറെ ചില നടികൾക്കും ഇതുപോലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന ഇന്ന് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ സാധ്യതയെപ്പറ്റി എനിക്കൊരു അഭിപ്രായം പറയുന്നത്, ഞാനൊരു പ്രത്യേകിച്ച് ഒരു പൊതുപ്രവർത്തനം എന്നതിൽ എനിക്ക് അതിൻ്റെ ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല. പക്ഷേ ഇതിനു മുമ്പ് 1, 2, 3 നടികൾക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ ചില സംശയങ്ങൾ ഉണ്ടാകുന്ന വസ്തുതയാണ്. PT തോമസ് സാറ് അന്ന് കൊടുത്ത ഇന്റർവ്യൂവിൽ ഒരുപാട് സത്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് എന്നുള്ളതാണ്. പോലീസുകാരുടെ അനാസ്ഥ, പിന്നെ ലാൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് നേരെ പോലീസുകാരൊന്നും തിരിഞ്ഞു പോലും നോക്കിയില്ല. ഇന്ന് കോടതി വെറുതെ വിട്ട ആ ഒരു വ്യക്തിയിലേക്ക് കേസ് തിരിച്ചു വിട്ടു. അപ്പം അതിന് ഉള്ളിൽ ഒരുപാട് കളികൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ദിലീപ് എന്ന് പറയുന്ന വ്യക്തി മലയാള സിനിമ അടക്കി വാഴ്ന്നിരുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. അത്ര താഴെ നിന്നും വന്ന് അത്യാവശ്യം നല്ല രീതിയിൽ സിനിമയെ കയ്യിൽ ഒതുക്കാൻ കഴിഞ്ഞൊരു വ്യക്തിയാണെന്നുള്ളതാണ്. സിനിമാ ലോകം മുഴുവൻ കയ്യിലുള്ളിലാണ്. അങ്ങനെയുള്ള ആ ഒരു വ്യക്തിയെ ചവിട്ടി താഴ്ത്താൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഇവിടെ ദിലീപ് പൂർണ്ണമായും കുറ്റക്കാരനല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നമുക്കത് പൂർണ്ണമായിട്ട് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് CBIക്ക് അന്വേഷണം വിടണമെന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ വാക്കുകൾ അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ ഇതിനുള്ളൊരു പരിഹാരം കണ്ടെത്താം എന്നുള്ളതാണ്. കാരണം നമ്മുടെ സംശയങ്ങൾക്കുള്ള എല്ലാ മറുപടിയും ഈ വീഡിയോയിലുണ്ട്. ഇദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അതിജീവിതയെ ഉപദ്രവിച്ച ആളുകൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്നുള്ളത്. അതിൽ പരമാവധി ശിക്ഷ ഒന്നും വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ശിക്ഷ വിധിച്ചിട്ടുണ്ട്. ഇനി മേൽക്കോടതിയിൽ പോയാൽ ചിലപ്പോൾ അത് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. സംഭവത്തിന്റെ ചുരുളൊന്ന് അഴിക്കാൻ ശ്രമിച്ചാൽ താങ്കൾ 12 മണിയോടുകൂടി ആൻഡോ ജോസഫിനൊപ്പം ലാലിന്റെ വീട്ടിലെത്തുന്നു. അപ്പോൾ അവിടെ മാർട്ടിൻ എന്ന് പറയുന്ന ഡ്രൈവർ ഉണ്ട്. അയാൾ മർദ്ദിക്കപ്പെട്ടു എന്ന ഭാവത്തിൽ നിൽക്കുകയാണ്. അയാൾ മർദ്ദനമേറ്റ ആളാണെന്ന് പോലീസും അവിടെയുള്ള ലാലടക്കമുള്ള ആളുകളും വിശ്വസിച്ചിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ താങ്കൾക്ക് സംശയം തോന്നിയതുകൊണ്ടാണല്ലോ മാർട്ടിനെ ചോദ്യം ചെയ്യുകയും മാർട്ടിനെ പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തത്. ഇല്ലെങ്കിൽ മാർട്ടിൻ ആ നിലയ്ക്ക് തന്നെ പരിഗണിക്കപ്പെടില്ലായിരുന്നോ? ഞാൻ മനസ്സിലാക്കുന്നത് മാർട്ടിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യണം എന്നൊരു തരത്തിലേക്കായിരുന്നു അപ്പോൾ പോലീസിൻ്റെ ഒരു നിലപാടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എല്ലാ കാര്യവും നമുക്കിങ്ങനെ കാര്യങ്ങൾ പറയാൻ പറ്റും. അയാളിങ്ങനെ കൈ ഇങ്ങനെ താഴെ പൊത്തിപ്പിടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ലിംഗത്തിൻ്റെ അവിടെ ചവിട്ടി അതുകൊണ്ട് എനിക്ക് വലിയ വിഷമമാണ്, എന്നെ ആശുപത്രി കൊണ്ടുപോകുമെന്ന് പറയുന്നുണ്ട്. അയാൾ വളരെ വേർക്കുന്നത് പോലെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷനാണ്. വളരെ ഒരു പ്രത്യേക രീതിയിലായിരുന്നത്. അപ്പോൾ
സ്വാഭാവികമായിട്ടും കയറി ചെല്ലുന്ന വഴിക്ക് ഞങ്ങളെല്ലാം ധരിച്ചത് ശരിയായിരിക്കും. കാരണം ഈ നടിയെ കൊണ്ട് വരുന്ന വഴിക്ക് ഗുണ്ടകൾ ഇയാളെ ആക്രമിച്ചു എന്നൊക്കെയാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ആ നടിയുടെ അടുത്ത് പോയി ഞങ്ങൾ സംസാരിച്ചിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ ഇയാളോട് ചോദിച്ചു. അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ വെളിയിൽ പറയത്തില്ല. അത് എന്നോട് ഒരു ചാനൽ ചർച്ചയിൽ ചോദിക്കാനും പാടില്ല. കാരണം അവർ നമ്മളോട് പറഞ്ഞൊരു കാര്യമായതുകൊണ്ട് ഞാൻ അത് വെളിയിൽ പറയാനും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഞാൻ ഇയാളോട് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? എന്നോട് പറഞ്ഞു അങ്കമാലിലാണ് വീട്. അങ്കമാലിൽ എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ ഉടനെ കൊരട്ടിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്കമാലിയും കൊരട്ടിയും തമ്മിൽ എന്തൊരു വ്യത്യാസം? കൊരട്ടിയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ അയാളുടെ പേരും അഡ്രസ്സും അയാളുടെ ഫോൺ നമ്പറും ഞാൻ എൻ്റെ ഒരു ചെറിയ ഡയറിയിൽ എഴുതിയെടുത്തിട്ട് ലിപ്പിലും ഉണ്ടത്. എന്നിട്ട് ഞാൻ ഇയാളോട് ചോദിച്ചു, ഈ അത്താണിക്ക് അപ്പുറം വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നതെങ്കിൽ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എത്രയോ ട്രാഫിക് സിഗ്നലുകളുണ്ട്. അതുപോലെ തന്നെ ഈ സമയം എന്ന് പറയുന്നത് 8 മണിക്ക് 9 മണിക്കൊക്കെയാണ് ഏകദേശം നമ്മൾ സങ്കല്പിക്കുന്നത്. എത്രയോ ജനങ്ങൾ ഈ റോഡിലുള്ള സമയമാണ്. തനിക്കൊരു ഇലക്ട്രിക് പോസ്റ്റിലോ അല്ലെങ്കിൽ ഒരു ടെലിഫോൺ പോസ്റ്റിലോ അല്ലെങ്കിൽ ഒരു സൈഡിൽ ഒരു ഭിത്തിയിലോ ഇല്ല ഒരു ട്രാഫിക് പോയിന്റിലോ എന്തുകൊണ്ട് താൻ വണ്ടി ഇടിച്ച് നിർത്തിയിട്ട് ഇറങ്ങി ഓടുകയെങ്കിലും ചെയ്യുമോ, വിളിച്ച് കരയോ ചെയ്യാത്ത എന്താണെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഇയാൾ എന്നെ അവർ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. ഓക്കെ, മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ സിം ഉണ്ടായിരുന്നില്ല. സിം അവർ വാങ്ങി വലിച്ചെറിഞ്ഞ് കളഞ്ഞതാണെന്നാണ് പറഞ്ഞത്. അതായത് നടിയെ ആക്രമിക്കാൻ വന്ന ടീം എനിക്കൊരു ബന്ധവും ഈ വിഷയത്തിലില്ല, എന്നെ അവർ മർദ്ദിച്ചു എന്നൊക്കെ അന്ന് തന്നെ ഈ ചങ്ങാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ പിന്നീടല്ല അന്ന് തന്നെ തോമസ് സാർ ഇയാളൊക്കെ പറയുന്നതൊക്കെ നുണയാണെന്ന് വ്യക്തമായി മനസ്സിലാക്കുകയും അത് പോലീസുകാരോട് പറയുന്നു, ആളെ പിടിച്ചു കൊണ്ടുപോകുന്നു. പക്ഷെ ലാല് പറഞ്ഞത് അങ്ങനെയല്ല. ഞാൻ വലിയൊരു നടനാണല്ലോ, അതുകൊണ്ടൊക്കെ തന്നെ മറ്റൊരാൾ അഭിനയിക്കുമ്പോൾ അത് മോശമാണെങ്കിൽ എനിക്ക് മനസ്സിലാവുമല്ലോ. അവൻ അഭിനയിക്കായിരുന്നു, അത് മനസ്സിലായി, അതുകൊണ്ട് ഞാനാണ് പോലീസിനെ ഏൽപ്പിച്ചതെന്നാണ് പറയുന്നത്. ഓക്കെ, എന്ത് ആവട്ടെ, എന്തൊക്കെയാണ് ഈ കേട്ടോണ്ടിരിക്കണതല്ലേ. വലിയ മഹാനടനായിട്ടുള്ള ലാൽ സാർ, മഹാനടനായിട്ടുള്ള ലാൽ സാർ ഒരു പോലീസുകാരൻ പോലും ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും വിളിച്ചില്ല. വണ്ടി ഓണറെ ഒന്ന് മോനെ ഇതിന്റെ ഡീറ്റെയിൽ ഒന്ന് പറയടാ എന്ന് പോലും പറഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പം താൻ തന്നെയല്ലേ വണ്ടി ഓടിച്ചെന്ന് ചോദിച്ചു. വണ്ടി ഓടിച്ചുകൊണ്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഇയാൾ വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഉപദ്രവിച്ചതിൻ്റെ പേരിലാണ് വണ്ടി ഇടിച്ചെന്ന് വേണ്ടി ഇയാൾക്കാക്കാൻ. അപ്പോൾ ഇയാൾക്ക് യഥാർത്ഥത്തിൽ ഈ നടിയെ രക്ഷിക്കണമെന്നോ ഈ സംഭവം പുറത്തറിയിക്കണമെന്നോ താല്പര്യം ഉണ്ടായിരുന്നതായിട്ട് തോന്നിയില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു അപ്പോൾ ഏകദേശം ഇയാൾ സംസാരിച്ചതനുസരിച്ച് അപ്പോൾ അങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു കളമശ്ശേരിക്കും എടപ്പള്ളി വരെ മറ്റോ ഇയാൾ തന്നെയാണ് വണ്ടി ഓടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് വീണ്ടും ഇവരുടെ അടുത്ത് പോയി നടിയുടെ അടുത്ത് പോയി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇയാൾ പുറത്തിരിക്കുന്നത് കാണാം. ഞാൻ തിരിഞ്ഞ് നോക്കുമ്പം നമ്മളോട് സംസാരിച്ച ഭാവമൊന്നും അല്ല ഇയാളുടെ മുഖത്ത്. അപ്പോൾ ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു, ഇയാൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ എന്ന് സംശയമുണ്ട് എന്ന് പറഞ്ഞു. പോലീസ് അപ്പോൾ അയാളുടെ ഫോൺ മേടിച്ചു. ഓക്കെ, കണ്ടില്ലേ, ലാല് പറഞ്ഞതല്ല, എനിക്ക് അഭിനയം ഞാൻ പറയുന്നില്ല എന്ന് വീണ്ടും കേട്ടോ. അയാൾ ആരുടെ ഡ്രൈവറാ? ലാലിന്റെ ഡ്രൈവറാ. ഒരു ബോൺ ക്രിമിനലിനെയൊക്കെ ഡ്രൈവറാക്കി വെച്ചിട്ടുള്ളത്. ഈ സിനിമാ ലോകത്ത് മുഴുവൻ ഇങ്ങനെയുള്ള ബോൺ ക്രിമിനൽസിനെ കൊടുത്തിട്ട് ഇതിനെ കൂട്ടം നിർത്തിക്കുകയാണെന്നുള്ളതാണ്. നമ്മൾ മട്ടാഞ്ചേരി ടീം എന്നൊക്കെ പറയാറില്ലേ? സിനിമാ മേഖലയിൽ എല്ലാവരുടെയും കയ്യാളന്മാരായിട്ട് ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട്. കള്ളപ്പണം ഉണ്ടാവും, ചിലപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ടാവും, പിന്നെ മറ്റേ കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇവരൊക്കെ കണ്ടാൽ തന്നെ ഇവർക്ക് മനസ്സിലാക്കിക്കൂടെ എന്തിനവരെ കൊണ്ടടക്കുന്നത്? അതായത് ഇത്തരം മേഖലകളുടെ പിന്നിൽ നല്ല വൃത്തികെട്ട കളികൾ കാലങ്ങളായി നടക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തി തന്നെ 2-3 തവണ പറഞ്ഞിട്ടുള്ളത് ഈ കേസിന്റെ പിന്നിൽ വേറെ കുറേ ആളുകളുണ്ട് എന്ന് പറയുന്നുണ്ട്. സ്ത്രീയെ ഞങ്ങൾ പീഡിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത് പൾസർ സുനി മാത്രമാണ് ചെയ്തതെന്ന് ഇപ്പോൾ കോടതി തെളിയും ചെയ്തിട്ടുണ്ട്. കൂട്ടുപ്രതികൾക്കൊക്കെ ഒരേ ശിക്ഷ തന്നെയാണ് കിട്ടുക. ഈ 15 വർഷം 13 വർഷമൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. മൊത്തം 20 ആണെങ്കിലും 15 കിടന്നാൽ മതി എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തി ആരുടെ ആളാണെന്നും കൂടി പോലീസുകാർക്ക് അറിയുന്നതല്ലേ. എന്തുകൊണ്ട് ആ ഭാഗത്തേക്ക് ഒരു അന്വേഷണം പോയില്ല? എന്തുകൊണ്ട് ലാലിന്റെ വാഹനവും ലാലും ചുറ്റിപ്പറ്റിയിട്ട് ഒരു അന്വേഷണം പോയില്ല? അതുകൂടാതെ കോടതിയിൽ നിന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഏതാണ് ആ സ്ത്രീ, ആ സ്ത്രീയുടെ അടുത്തേക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ അന്വേഷണം പോയില്ല? അതൊക്കെ വലിയ ചോദ്യങ്ങളാണ്. ഫോൺ മേടിക്കുമ്പോൾ ഫോണിൻ്റെ അകത്ത് സിം കാർഡില്ല. അതിന് മുമ്പ് ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഞാൻ മേടിച്ചൊന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും അന്നേരം സിം കാർഡില്ല. അപ്പോൾ സിം കാർഡ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ അയാൾ അത് ഊരിയെടുത്തു അവർ ഊരിയെടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ താനൂടെ അറിഞ്ഞാണ് ഈ നാടകം ഇല്ലെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അപ്പം പോലീസും അടുത്ത് നിൽക്കുവാണ്. അപ്പം പെട്ടെന്ന് താൻ മെസ്സേജ് കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞാൽ പോലീസ് ചോദിച്ചു. അപ്പോൾ ഇയാളത് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ മെസ്സേജ് ഉണ്ടായിരുന്നില്ലേ എന്ന് പോലീസ് ചോദിച്ചു. അപ്പോൾ ഏകദേശം ഉണ്ടെന്നുള്ള രീതിയിൽ ഇയാൾ സംബന്ധിച്ചു. അങ്ങനെ വലിയ സംസാരമല്ല എന്ന് പറഞ്ഞു. ആ നമ്പർ എടുക്കാൻ പറഞ്ഞു. അപ്പം പെട്ടെന്ന് ഇയാൾ ഒരു നമ്പർ പറഞ്ഞു. അത് ആൻഡോ ജോസഫ് ഈ പോലീസും ആ നമ്പർ എഴുതിയെടുക്കുക ഫോണിൽ ഡെയിലി എന്തോ ചെയ്തു. ഈ സമയത്താണ് ഞാൻ IG വിജയനെ വിളിക്കുന്നത്. കുടുംബാംഗങ്ങളും ഒക്കെ ഉള്ളൂ. അപ്പം ആൻഡോ ജോസഫും AC-യും 3 പോലീസുകാരും ഒരു ഭാഗത്ത് നിൽക്കുന്നതിന് തൊട്ടടുത്ത് തന്നെ ഞാൻ നിന്നു. ഞാൻ IG-യോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ നമ്പറിൽ ഇവർ വിളിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞാൻ IG-യോട് സംസാരിക്കാറുണ്ട്, അവർ പറയുന്നുണ്ട് ഹലോ എന്ന് വെക്കുന്നുള്ളല്ലോ, ഫോൺ എടുക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ആൻഡോ ജോസഫ് പോലീസിൻ്റെ കൊടുക്കുകയാണോ, പോലീസ് ആൻഡോ ജോസഫിൻ്റെ കൊടുക്കുകയാണോ ചെയ്തതെന്ന് ഞാൻ അത്ര കൃത്യം ഓർക്കുന്നില്ല. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഇത് പോലീസ് വിളിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും ഇത് കഴിഞ്ഞ് 1 മിനിറ്റോ 2 മിനിറ്റോ കഴിഞ്ഞപ്പം
ഈ നമ്പറിൽ നിന്ന് തന്നെ തിരിച്ച് ഇവരുടെ ഫോണിലേക്ക് ഇതിൽ ആരുടെ ഒരാളുടെ ഫോണിലേക്ക് കോൾ വന്നു. ആൻഡോ ജോസഫിന്റെ ഫോൺ. ആൻഡോ ജോസഫ് ആയിരിക്കാം. അപ്പോൾ അപ്പോഴും സംസാരം ഒന്നും നടന്നതായിട്ട് കേട്ടില്ല. അപ്പോഴത്തേക്ക് വിജയൻ എന്നോട് എൻ്റെ സീരിയസ് വിവരങ്ങൾ എന്നെ വിശദമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് അപ്പം ഞാൻ പെട്ടെന്ന് ഈ ഫോൺ ഇങ്ങനെ ഇദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോലീസിനോട് പറഞ്ഞു. പോലീസും അതിനെ ട്രൈ ചെയ്യുമായിരുന്നു എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പം ടവർ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല, നമ്മുടെ സിസ്റ്റം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം ആരെയും വിളിച്ച് AC ലൊക്കേഷനിൽ പ്രതി ഉണ്ടെന്ന് പറഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ പ്രതിയെ പിടിക്കാൻ കഴിയുമായിരുന്നു. അതായത് ടവർ ലൊക്കേഷൻ കണ്ടെത്തുന്നു. പൾസർ സുനി അന്ന് രാത്രി തന്നെ ആൻഡോ ജോസഫ് ഫോൺ വിളിക്കുന്ന സമയത്ത് ആദ്യം എടുത്തില്ല, പിന്നെ തിരിച്ചിങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ആളെ പിടിച്ചില്ല. ആ രാത്രി തന്നെ, അതായത് ഈ സംഭവം നടന്ന അതേ രാത്രി തന്നെ മുഴുവൻ പ്രതികളെ പിടിക്കാനും കഴിഞ്ഞിരുന്നു, കൃത്യമായി എല്ലാത്തിനെയും തുറങ്കിൽ അടയ്ക്കാനും കഴിഞ്ഞിരുന്നു. ഇതിന്റെ പിന്നിൽ ആരെങ്കിലും കളിച്ചിരുന്നെങ്കിൽ അന്ന് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. പക്ഷേ പൾസർ സുനിയെ പിന്നീട് പിടിക്കുന്നത് കോടതിയുടെ ആ ഒരു പരിസരത്ത് വെച്ചിട്ടാണെന്നുള്ളതാണ്. അതിന് മുന്നേ തന്നെ ആള് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു, വക്കീലിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളതാണ്. പിന്നീട് അങ്ങോട്ടാണ് നാടകം കളിച്ചത് എന്നുള്ളതാണ്. എവിടെ നിന്നാണ് ഈ കഥ മാറുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലാലിന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ്. അതായത് ഈ വാഹനം പരിശോധിച്ചോ, ഈ സ്ത്രീയെ, അതായത് ഇരയാക്കപ്പെട്ട ഏതൊരു വ്യക്തിയെയും പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു മെഡിക്കൽ ചെക്കപ്പും കാര്യങ്ങളും നടത്തും. അത് നടത്താൻ നേരം വൈകി. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഈ ഒരു കേസ് ലാലിന്റെ മുറ്റത്ത് നിന്ന് നേരെ ദിലീപിന്റെ മുറ്റത്തേക്ക് എത്തി? വലിയ ചോദ്യങ്ങളാണ്, വലിയ ചോദ്യങ്ങൾ. സിനിമാ മേഖലയിലെ പലർക്കും അറിയാമായിരിക്കണ്ടേ. ഒന്ന്, ഈ കാറിന്റെ ഉടമസ്ഥൻ ലാലിന്റെ മകൻ ജീൻ ആണ്. സ്വാഭാവികമായും അങ്ങനെ ഒരു കാർ, ഈ ലാലിന്റെ പ്രൊഡക്ഷൻ ഹൗസ് ആണ് ഈ കാർ അയച്ചു കൊടുത്തിട്ടുള്ളതും. അങ്ങനെ ഒരു കാറിൽ വെച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പോലീസ് ആദ്യം ലാലിനെയും ഈ കാറിന്റെ ഉടമസ്ഥനെയും ചോദ്യം ചെയ്യേണ്ടേ? അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. പക്ഷേ പോലീസ് വന്ന്, അതായത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വന്നതിന് ശേഷം ഈ കാറ് ആരും തുടരുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ കാറിൻ്റെ അടുത്തേക്കൊക്കെ നിന്ന് കാറിൻ്റെ അകത്തേക്ക്, അതെനിക്ക് തോന്നുന്നു ആലുവ SP ജോർജ് വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു. അയാൾ അതിൻ്റെ അകത്തേക്കൊക്കെ ലൈറ്റ് അടിച്ച് നോക്കുന്നുണ്ടായിരുന്നു. അപ്പം സിറ്റി കമ്മീഷണർ പറയുന്നുണ്ടായിരുന്നു കാർ തുറക്കരുത് എന്ന് പറയുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ 3 മണിക്ക് മുമ്പ് ഞാൻ പോകുന്നല്ലോ, പിന്നെ എന്ത് നടന്നു എന്ന് എനിക്കറിയില്ല. ഓക്കെ, പിന്നെ എന്ത് നടന്നതെന്ന് ദൈവം തമ്പുരാൻ പോലും അറിയില്ല എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ടെമ്പോ ട്രാവലർ നേരെ സ്റ്റേഷനിൽ കിടക്കുന്നുണ്ട്. ഇതേ ടെമ്പോ ട്രാവലറുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു കഥയും കൂടിയും പറയുന്നുണ്ട് കേട്ടോ. ഏതൊരു നടിയെ പിന്തുടർന്നു എന്നും അവർ കഷ്ടിക്ക് രക്ഷപ്പെട്ടു എന്നുള്ളതും. അതുകൂടാതെ തന്നെ ഈ പൾസർ സുനി തന്നെ മറ്റുള്ള ആരുടെയൊക്കെയോ വീഡിയോ എടുത്ത് പണം തട്ടി എന്നുള്ള കാര്യവും കേൾക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ബാക്കിയും കൂടിയും കേൾക്കാൻ കേട്ടോ. പുലർച്ചെ 3 മണിക്കാണ് വീഡിയോ എടുക്കുന്നത്. പുലർച്ചെ 3 മണിക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 5 മണിയാവും. ഉറക്കമുണ്ടാവില്ല. പരമാവധി ഷെയർ ചെയ്തിട്ട് തന്നെ കാണണം കേട്ടോ, മുഴുവൻ കാണാം. േക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സംഭവം നടന്ന ആദ്യ മണിക്കൂറുകളിൽ തന്നെ താങ്കൾ അവിടെ എത്തിയല്ലോ. വൈദ്യപരിശോധന നടക്കുന്നത് പിന്നെയും മണിക്കൂറുകൾ കഴിഞ്ഞാണ്. അതായത് ഇങ്ങനെ ഒരു ലൈംഗിക പീഡനം ഉണ്ടായാൽ ആദ്യം പോലീസ് ചെയ്യുക ഇരയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നുള്ളതല്ലേ? ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ ഒരു കാലതാമസം വന്നു? അത് എന്നെപ്പോലെ ഒരു പൊതുപ്രവർത്തകൻ എന്താ ഇവർ വൈദ്യപരിശോധന നടത്താത്തതെന്ന് എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല ആ ഘട്ടത്തിൽ. സ്വാഭാവികമായിട്ടും അതൊക്കെ പോലീസിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ പോലീസിൻ്റെ ഭാഗത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിലെന്താണ് സംഭവിച്ചെന്നുള്ളത് ആ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നാലേ പറ്റത്തുള്ളൂ. താങ്കൾ 12 മണി മുതൽ 3 മണി വരെ 3 മണി തന്നെ ഇല്ല, 2 മണിക്ക് 3 മണി ഇടയ്ക്ക് ഞാൻ ശരി, ഏതാണ്ട് അത്രയും സമയം അവിടെ ഉണ്ട്. ഒരു ലൈംഗിക പീഡനം ഉണ്ടായാൽ ഇരയെ ആദ്യം വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കേണ്ടതെന്ന് ആ സമയത്ത് താങ്കൾ എന്തുകൊണ്ടാണ് അത് ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇത്രയും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇടപെട്ടപ്പം, പ്രത്യേകിച്ച് എനിക്ക് ഈ നടിയായിട്ട് നേരത്തെ ഒരിക്കൽ ഞാൻ തൊടുപുഴ MLA ആയിരിക്കുമ്പോൾ ഒരു പൊതു ചടങ്ങിൽ കണ്ടിട്ടുള്ളത്. എനിക്ക് യാതൊരു പരിചയമില്ല, എനിക്ക് അവരുടെ ഫോൺ നമ്പർ അറിയത്തില്ല. എനിക്ക് അങ്ങനെ ഒരു അടുപ്പില്ലാത്ത ഒരാളോട് നിങ്ങൾ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകേണ്ടത് എനിക്ക് ചോദിക്കാൻ പറ്റില്ല. അല്ല, പോലീസുകാരോടും അങ്ങനെ അവരുടെ ഒരു കാര്യത്തിൽ എനിക്ക്, കാരണം അത്ര ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ടിരിക്കുകയാണല്ലോ. IG മുതൽ താഴെ തട്ടിലുള്ള 3 പോലീസുകാർ വരെയും അവിടെ വന്നിരിക്കുകയാണല്ലോ. അപ്പം ഞാൻ എങ്ങനെ ആ കാര്യങ്ങൾ ചോദിക്കുക? അത് എനിക്ക് എൻ്റെ ഒരു ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമല്ല. അതൊക്കെ പോലീസിൻ്റെ ഔദ്യോഗിക കൃത്യമാണ്. കാരണം അതുകൊണ്ടാണ് ഈവൻ എൻ്റെ ഫോണിൽ നിന്നാണ് ഇവരോട് IG സംസാരിക്കുമ്പോൾ ഞാൻ പുറത്തിറങ്ങുന്നത്. തുടക്കം മുതലേ ഈ കേസ് ഇങ്ങനെ മന്ദഗതിയിൽ അവരുടേതായ ഇഷ്ടത്തിന് വളച്ചൊടിച്ച് ഇങ്ങനെ പോയിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ദിലീപിനെ ശിക്ഷിക്കാത്തതിന് ഭയങ്കര രോക്ഷമാണ് എല്ലാവർക്കും. ദിലീപ് തന്നെയാണ് കുറ്റവാളി എന്ന രീതിയിൽ ആളുകൾ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കോടതിക്ക് തെളിവ് കിട്ടണം. തെളിവ് കിട്ടിയില്ലെങ്കിൽ അയാൾ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു വിടുന്നുള്ളതാണ്. പിന്നെ പണം വാരി എറിഞ്ഞു എന്നൊരു കാര്യം പറയുന്നുണ്ട്. എവിടേക്കാണ് ഈ പണം വാരി എറിയുക? മനസ്സിലാകുന്നില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിക്കുന്നു, ഒരു മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട്. അത് റിക്കവർ ചെയ്യുക തന്നെ വേണമെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. പിന്നെ പൾസർ സുനി പറഞ്ഞ ആ ഒരു ലേഡി അത് ആരാണെന്നും കൂടി കണ്ടെത്താൻ ഒരു അന്വേഷണമെങ്കിലും നടക്കണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ അങ്ങനെ ഒരാളുണ്ടോ ഇല്ലോ നമുക്കറിയില്ല. കാരണം പൾസർ സുനിയുടെ സ്വഭാവം തന്നെ ഇത്തരം രീതിയിലുള്ള ഒരു ലൈംഗിക വൈകൃതമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് ആളുകളെ ഈ രീതിയിൽ ഉപയോഗിച്ച് പണം ഉണ്ടാക്കിയ വ്യക്തിയാണ്. തീർച്ചയായിട്ടും അയാൾക്ക് മറ്റൊരാളുടെ സഹായം ഈ ഒരു കാര്യത്തിന് ആവശ്യമുണ്ടാവില്ല. അത് നമുക്കറിയാം. അത് അയാളുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ്. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ
അയാൾക്ക് കൊട്ടേഷൻ കൊടുത്ത വ്യക്തി എന്തോ വെള്ള പേപ്പറിൽ ഒപ്പ് വാങ്ങിക്കണം എന്നൊരു കാര്യം പറഞ്ഞ് വിട്ടു എന്നും അതിന് വേണ്ടിയിട്ട് ആൾ ചെല്ലുന്നു, അവിടെ വെച്ച് ആ നടിയെ കാണുമ്പോൾ അയാൾക്ക് ആ വൃത്തികെട്ട സ്വഭാവം പുറത്തേക്ക് വരുന്നു, ഉപയോഗിച്ചു എന്ന ഒരു ചർച്ചയും നടക്കുന്നുണ്ട്. പൾസർ സുനിയെ ഒടുവിൽ പോലീസ് പിടികൂടി കോടതി പരിസരത്ത് നിന്നാണെങ്കിൽ പോലും പൾസർ സുനിയെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചോദ്യം ചെയ്യലിൽ ആദ്യം മുതൽ എനിക്ക് ലഭ്യമാകുന്ന വിവരം ഇതേവരെ ഇത് ഞാൻ ആസൂത്രണം ചെയ്ത ഒന്നാണ് എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആരും പ്രേരിപ്പിച്ചതിനാൽ ചെയ്തതല്ല എന്ന് അയാൾ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൾസർ സുനിയിൽ അവസാനിക്കുന്ന ഒരു കേസാണോ ഇത്? അല്ല, അവിടെയാണ് ഇന്നലെ ഈ പോലീസ് പിടിച്ചതിനെ പറ്റി ഞാൻ ചില സംശയങ്ങൾ ഇന്നലെ ചില ചാനലുകളിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം ഇതുവരെ പുറത്തു വന്നുകൊണ്ടിരുന്ന വാർത്തയ്ക്ക് തുല്യമായി, പോലീസ് കേന്ദ്രങ്ങളിൽ നിന്ന് വന്ന വാർത്തയ്ക്ക് തുല്യമായ വാർത്തകളാണ് ആലുവ പോലീസ് ക്യാമ്പിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ചിലപ്പോൾ ഈ പ്രതി കോടതി കീഴടങ്ങി വേറെന്തെങ്കിലും പറയുന്നത് തടയാനാവാം ഈ പ്രതിയെ പിടിച്ചതൊന്ന്. രണ്ട്, ഈ പ്രതിയും പോലീസും തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ, കാരണം പ്രതിയെ പിടിച്ചതിൻ്റെ ഒരു ക്രെഡിറ്റ് ഗവൺമെൻറ്റിനും പോലീസിനും വേണം, അതേസമയം പ്രതിക്ക് വേറെ ചില സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്ന ധാരണയിലും ആകാം ഇന്നലത്തെ കീഴടങ്ങൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദിലീപ് പറഞ്ഞ വാക്ക് ഇതൊക്കെ തന്നെ അല്ലേടോ. അതായത് പോലീസുകാർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കേസ് എന്നാ പറഞ്ഞിട്ടുള്ളത്. പ്രതികളിൽ പലരും പറയുന്നു ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചത് പോലീസുകാരാണ് എന്നുള്ളത്. തീർച്ചയായിട്ടും ആ വഴിയിലൂടെയും കൂടി ഒന്ന് അന്വേഷിക്കണം. ഇത് CBIക്ക് വിടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. എൻ്റെ ഒരു താല്പര്യം മാത്രമാണ്, നിങ്ങൾക്ക് താല്പര്യം ചിലപ്പോൾ ഉണ്ടാവും. ഇതൊന്നും കൂടി ഒന്ന് അന്വേഷിക്കണം. ഈ ഒരു അന്വേഷണം പോരാ, അങ്ങനെ തന്നെ പറയണം. യഥാർത്ഥത്തിൽ ആരാണ് കുറ്റവാളി എന്ന് കണ്ടെത്തുക തന്നെ വേണം. ഇതാരാണ് ആ സ്ത്രീ എന്നറിയാതെ ഇനി ഒരു സമാധാനം നമുക്ക് ആർക്കും ഉണ്ടാവില്ല. പൾസർ സുനിക്ക് മുകളിൽ ആളുണ്ട് എന്ന് താങ്കൾ ഉറപ്പാണ്? ഉണ്ടെന്ന് വിചാരിക്കാനാണ് എല്ലാ ന്യായങ്ങളും. താങ്കൾ ഇതിന്റെ ഫസ്റ്റ് ഇൻഫർമേഷൻ ലഭിച്ച ആളാണ്. അതിന്റെ വിശദാംശങ്ങൾ താങ്കൾ പറയേണ്ട, അത് താങ്കൾക്ക് പറയാൻ കഴിയില്ലായിരിക്കാം. പക്ഷേ ഇത് മറ്റൊരാൾ ഓപ്പറേറ്റ് ചെയ്തതാണ്, മറ്റൊരാൾ ചെയ്യിച്ചതാണെന്ന വ്യക്തമായ സൂചന ആദ്യത്തെ മൊഴി മുതൽ ഉണ്ടായിരുന്നു. അല്ല, പോലീസ് ഈ AC-യുമായി നിൽക്കുന്ന പോലീസ് അവിടെ പറയുന്നുണ്ടായിരുന്നു, പുറത്ത് അവർ തൊഴിൽ നടക്കുമ്പോൾ ഇത് കൊട്ടേഷൻ സംഘം ഇതിൻ്റെ പിന്നിലുണ്ട്, ഇല്ലെങ്കിൽ മറ്റേ എന്താണ് DD ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകും, മയക്കുമരുന്ന് കുത്തിവെക്കും, പിന്നെ അവിടെ കുറേ പേര് കാത്തിരിക്കുന്നു എന്നൊക്കെ ഇവർ പറഞ്ഞു എന്നവിടെ പോലീസ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിന് പിന്നിൽ ആളുണ്ടാവണമല്ലോ, അല്ലെങ്കിൽ ഒരു യുവനടി അങ്ങനെ പറഞ്ഞു എന്ന് പോലീസ് പറയല്ലോ. അതൊന്നും ഇപ്പം പോലീസ് പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അവിടെ അങ്ങനെ ഒരു വാക്ക് കേട്ടു, ഞാനായിട്ട് കേട്ടതല്ല. അങ്ങനെ ഒരു സംസാരം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. തോമസ് സാറ് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂ ഏകദേശം 30 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഒറ്റ ഇൻ്റർവ്യൂ മാത്രമേ ഉള്ളൂ. ദൃക്സാക്ഷിയാണ് അദ്ദേഹം, അവിടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. മാർട്ടിനെ കൃത്യമായി കണ്ടതാണ്, ലാലിനെ കണ്ടതാണ്, പോലീസുകാരെ കണ്ടതാണ്. ഈ പറയുന്ന വിവരങ്ങളൊക്കെ നമ്മൾ എടുത്തു വെക്കുക തന്നെ വേണം. ഭാവിയിൽ അത് ആവശ്യം വരും. അതുകൊണ്ടാണ്. എന്ന് മാത്രമല്ല, ഈ കൃത്യം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലും അതിനുശേഷവും ഈ പ്രതി വിളിച്ചിട്ടുള്ള മൊബൈൽ ഫോൺ കോളുകൾ, ഈ സംഭവം നടത്തിയതിനു ശേഷം വിളിച്ച് പൊട്ടിച്ചിരിച്ച് ഈ കാര്യങ്ങൾ വിശദീകരിച്ച രീതി, എന്തായാലും പുറത്തൊരാളുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് ഈ ആരോപിക്കപ്പെടുന്നത് പോലെ സിനിമയുമായി ബന്ധമുള്ള ആരെങ്കിലും ആണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, അത് ഞാൻ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇത്രയും കോളിലൊക്കെ സൃഷ്ടിച്ച ഒരു കേസ് എന്ന നിലയിൽ എനിക്കതിനെപ്പറ്റി ഒരു സംശയവും പറയാൻ പറ്റില്ല. ആരോ ഇതിന്റെ പിന്നിലുണ്ടെന്നുള്ളത് വസ്തുതയാണ്. ഇയാൾ ഒറ്റയ്ക്കൊരു മാഫിയ ഡോണൊന്നുമല്ല, മറിച്ച് ഒരു സ്ഥിരം കുറ്റവാളി മാത്രമാണ്. പോലീസുകാർക്കോ രാഷ്ട്രീയക്കാർക്കോ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും ഇയാളെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും ഇല്ലല്ലോ. തീർച്ചയായിട്ടും ഇല്ല. അപ്പോൾ പിന്നെ ആരാണ് ഇതിന് പുറകിൽ? അല്ല, അത് കണ്ടുപിടിക്കേണ്ടതാണ്. അത് കണ്ടുപിടിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇയാൾ ഒറ്റയ്ക്കാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. എനിക്ക് അതന്നെ പറയാനുള്ളത്, കണ്ടുപിടിക്കുക തന്നെ വേണം. അത് ദിലീപ് ആണോ അല്ലയോ എന്നുള്ള കാര്യം ഇപ്പോൾ കോടതി പറഞ്ഞു ദിലീപ് അല്ല. ഒരു സ്ത്രീയുടെ പേര് പറയുന്നുണ്ട്, അതെന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്നുള്ള ഒരു ചോദ്യം അവിടെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വാഹനത്തിന്റെ ഉടമയെ ചോദ്യം ചെയ്തോ? ആദ്യ സാക്ഷിയായിട്ട് വരേണ്ട ആള് ലാലാണ്, അയാളെ പേര് പോലെ എവിടെയില്ല എന്നുള്ളതാണ്. ദിലീപിലേക്ക് എങ്ങനെ എത്തി എന്നും കൂടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. എനിക്കൊരൊറ്റ സംശയം ഉണ്ടായിരുന്നുള്ളൂ. അതായത് ദിലീപ് ആ ഒരു സമയത്ത് മലയാള സിനിമ ഇങ്ങനെ അടക്കി വാണ ഒരു സമയമാണ് അല്ലേ? ആ സമയത്ത് ഇദ്ദേഹത്തിനോട് വൈരാഗ്യമുള്ള ആരെങ്കിലും ഒപ്പിച്ച പണിയാവാനൊരു സാധ്യതയുണ്ട്. പൂർണ്ണമായിട്ടും ഇയാളിലേക്ക് മാത്രം കേസ് ഒതുങ്ങിപ്പോയി, മറ്റുള്ള വഴികളിലേക്ക് പോയില്ല. കൃത്യമായിട്ട് മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട്. ആരാണ് യഥാർത്ഥ പ്രതി എന്ന് ഇന്നും കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. ഒരു തർക്ക കാര്യത്തിൽ വേണ്ടത് അങ്ങനെ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ്. ദിലീപ് ഈ കാര്യത്തിൽ ഇൻവോൾവ് ആണെങ്കിൽ, കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. അതിജീവിതക്ക് ഇപ്പോഴൊന്നും നീതി കിട്ടില്ല എന്ന് ഉറപ്പായില്ലപ്പോൾ. അതായത് പൾസർ സുനിയോ അല്ലെങ്കിൽ ഈ 6 പ്രതികളോ അല്ലാതെ ഇവരുടെ തലക്ക് മുകളിൽ വേറൊരു ബ്രെയിന് വർക്ക് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതൊരു സ്ത്രീയാണെന്നും പറയുന്നുണ്ട്. കണ്ടെത്തണ്ടേ? ഇത് കണ്ടെത്തുന്നത് വരെ ഈ പറയുന്ന അതിജീവിതയുടെ കൂടെ നിൽക്കുന്ന ആളുകൾ അതിനു വേണ്ടിയും കൂടി സംസാരിക്കുമോ? ദിലീപ് മാത്രമാണ്, ദിലീപാണ് എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, കോടതി പറഞ്ഞ മുഴുവൻ തള്ളിക്കളയോ? അതിജീവിതക്ക് നീതി കിട്ടണമെങ്കിൽ ദിലീപിന് തന്നെ ശിക്ഷ കിട്ടണം എന്ന് ചിന്തിക്കുന്ന ആ ഒരു ഭാഗം ഒന്ന് മാറ്റിവെക്കുക. എന്നതിന് ശേഷം അങ്ങനെ ഒരു സ്ത്രീ ഇതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്ന് നിങ്ങളൊന്ന് ആഗ്രഹിച്ചു നോക്കിയേ. അങ്ങനെ ഒന്ന് മുന്നോട്ട് പോവുക.
അല്ലാതെ ദിലീപിനോട് ഭയങ്കര വൈരാഗ്യം വെച്ചുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യമുള്ളത്? ഒരു കാര്യമില്ല. നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകട്ടെ, എവിഡൻസുകൾ കളക്ട് ചെയ്യാൻ കഴിയട്ടെ, കേസ് എത്രയും പെട്ടെന്ന് CBI കൊണ്ട് അന്വേഷിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവട്ടെ. അതിജീവിതയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളാണല്ലോ നമ്മളെല്ലാവരും. അപ്പം നമ്മളെല്ലാവരും ഒരേ രീതിയിൽ തന്നെ അതിനു വേണ്ടി പണിയെടുക്കുക. കേസ് CBI കൊണ്ട് റീ ഓപ്പൺ ചെയ്യിക്കുക. അപ്പോൾ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് സൈനിങ് ഓഫ്.